കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പവർ കട്ടില്ലാത്ത കേരളം എന്ന പ്രചരണം വലിയ ചർച്ചാ വിഷയമായിരുന്നു. UDF അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്നിവ LDF ഭരണകാലത്ത് അപരിചിതമായതിനെ കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. കുട്ടികൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്ന വിധം അപരിചിതമായിരുന്നു ആ രണ്ട് വാക്കുകൾ. പാരിസ്ഥിതിക മാറ്റങ്ങളും ഉപഭോഗത്തിലുണ്ടാകുന്ന വർധനയും മുൻകൂട്ടി കണ്ട് കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് LDF ഊർജ പ്രതിസന്ധിയെ മറികടന്നത്. അധിക ഉപഭോഗം നടക്കുമെന്ന് ബോധ്യമുള്ള കാലയളവുകൾ നേരത്തെ വിലയിരുത്തി ആ കാലത്ത് അധിക വൈദ്യുതി വാങ്ങി ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷ കേരളം സൃഷ്ടിക്കാൻ LDF സർക്കാരിനായത്. പക്ഷേ UDF അധികാരത്തിലേറി 2 മാസമാകുന്നതിന് മുൻപ് മണിക്കൂറുകൾ നീളുന്ന വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി കേരളം ഇരുട്ടിലാക്കുന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാനം ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് വേളയിൽ പവർ കട്ട്, ലോഡ് ഷെഡിംഗ് എന്നിവ സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ LDF സർക്കാർ അപ്രഖ്യാപിതമായി ഇവ സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്ന പ്രചരണം വഴി അതിനെ പ്രതിരോധിക്കാനാണ് UDF ശ്രമിച്ചതെന്ന് നാം മറന്നിട്ടില്ല. എന്നാൽ UDF പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് അധികാരത്തിലേറിയതിനു ശേഷം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ വൈദ്യുതി മന്ത്രി തന്നെ സമ്മതിക്കുന്നു. ജൂൺ 23-ന് UDF അംഗങ്ങളായ ചാണ്ടി ഉമ്മൻ, റോയ് കെ പൗലോസ് തുടങ്ങിയവർ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരമായി KPCC പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫാണ് ഇക്കാര്യം സഭയിൽ പറഞ്ഞിട്ടുള്ളത്. മുൻ സർക്കാരിന്റെ കാലയളവിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ മറുപടിയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനും KSEBയുടെ വിതരണ രംഗം ആധുനികവൽക്കരിച്ച് കാര്യക്ഷമമാക്കുന്നതിനുമായി നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളും ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പാക്കാൻ 2022-23 മുതൽ 2026-27 വരെ കാലയളവിലേക്ക് 4717 കോടി രൂപയുടെ വൈദ്യുതി 2.0 പദ്ധതി കൂടാതെ മലപ്പുറം, കാസർഗോഡ്, ഇടുക്കി ജില്ലകൾക്കായി 1023 കോടി രൂപയുടെ പ്രത്യേക പാക്കേജും ആവിഷ്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും വിശദീകരിക്കുന്നു. കേന്ദ്ര സഹായത്തോടെയുള്ള RDSS വഴി 2968 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും 34.27% പുരോഗതി കൈവരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട്. വൈദ്യുതി ലഭ്യമാക്കാനുള്ള ദീർഘകാല, ഹ്രസ്വകാല കരാറുകൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ഉറപ്പാക്കാൻ വിവിധ ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല ബാങ്കിംഗ് കരാറുകൾ KSEB സ്വീകരിക്കുന്നു. 2026-27 വർഷത്തെ പീക്ക് സമയങ്ങളിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 300 മെഗാവാട്ട് വൈദ്യുതി 5 വർഷത്തേക്ക് വാങ്ങാനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നതായും ഇതേ വർഷത്തെ അധിക ആവശ്യകത മുന്നിൽ കണ്ട് 3 ഹ്രസ്വകാല ടെൻഡറുകൾ ക്ഷണിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മറുപടിയിലുണ്ടായിരുന്നു. ഇവയെല്ലാം LDF സർക്കാരിന്റെ ആസൂത്രണത്തിന്റെയും പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് പരിഹരിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളുടെയും തെളിവുകളാണ്. അവ UDF മന്ത്രിയുടെ തന്നെ മറുപടിയിലൂടെയാണ് നിയമസഭയ്ക്ക് മുന്നിലെത്തിയത്. എന്നുകൊണ്ട് LDF അവകാശവാദമായി ഇതിനെ വ്യാഖ്യാനിക്കാനാകില്ല. കൂടാതെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും LDF സർക്കാരിന്റെ കാലയളവിൽ വിവിധ നടപടികൾ സ്വീകരിച്ചു. അക്കാര്യവും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്. ജലവൈദ്യുത പദ്ധതികൾ വഴി 150.636 മെഗാവാട്ട് കൂടുതലായി ഉണ്ടാവുകയും ചെയ്തു. സൗരോർജ മേഖലയിൽ ഈ കാലയളവിൽ 2492.459 മെഗാവാട്ട് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. ഇതിൽ 233.5 മെഗാവാട്ട് KSEBLന്റേതായിരുന്നു. സ്വകാര്യ കാറ്റാടി നിലയങ്ങൾ വഴി 36.65 മെഗാവാട്ടിന്റെ അധിക വൈദ്യുതി ഉൽപാദനമുണ്ടായി. ഇതൊക്കെയാണെങ്കിലും മഴ ലഭ്യത കുറഞ്ഞതിനാലും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതിനാലും ഉപഭോഗത്തിലെ പ്രതിദിന ആവശ്യത്തിന്റെ ഏകദേശം 17% മാത്രമാണ് ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം. 83% പുറമേ നിന്ന് വാങ്ങുകയാണ്. ഇവിടെയാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ഉപഭോക്താക്കൾക്ക് എത്തിച്ച് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതാക്കുന്നതിന് LDF സർക്കാർ സ്വീകരിച്ച മാർഗങ്ങൾ പ്രസക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിന്റെ ആസൂത്രണമില്ലായ്മയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കണ്ടെത്തുന്നതിന് അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അതിന്റെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത് സംസ്ഥാനത്തെ ജനങ്ങളാണെന്ന് മാത്രം.